ഞാൻ മുരളി അപ്പുക്കുട്ടൻ, ഗ്യാസ്ട്രോ സർജറി, ഗ്യാസ്ട്രോ ഓങ്കോ, ഹെപ്പറ്റോപാങ്ക്രാറ്റിക്കോബിലിയറി കൺസൾട്ടൻറ്റ്, KM ചെറിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്. ഞാനിന്ന് സംസാരിക്കാൻ പോകുന്നത് ഫാറ്റി ലിവർ എന്ന വിഷയത്തെപ്പറ്റിയാണ്. നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ ജീവിതശൈലി അസുഖങ്ങളിൽ ഏറ്റവും പ്രമുഖമായി കണ്ടുവരുന്ന ഒരു അസുഖമാണ് ഫാറ്റി ലിവർ. സാധാരണക്കാരനിൽ ഏറ്റവും അധികം പേടി ജനിപ്പിക്കുന്നതുമായിട്ടുള്ള ഒരു കാര്യം കൂടിയാണ്. ഫാറ്റി ലിവർ വന്നാൽ കരൾ പോയി എന്നാണ് മജോറിറ്റി ആൾക്കാരും മനസ്സിലാക്കുന്നത്. പക്ഷേ അങ്ങനെയല്ല. ഫാറ്റി ലിവർ നല്ലതാണെന്നല്ല, രണ്ട് രീതിയിലുണ്ടാകാം. ആൽക്കഹോൾ അല്ലെ മദ്യപാനം വഴിയും ഫാറ്റി ലിവർ ഉണ്ടാകാം. ഇന്നത്തെ കാലത്ത് മദ്യപാനത്തിലുപരി നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ, അതായത് ഡയബറ്റിക് ആയിട്ടുള്ള ആൾക്കാർ, അവർ നല്ല രീതിയിൽ ഡയബറ്റിസ് കൺട്രോൾ ചെയ്യാത്തതിൻ്റെ രീതിയിൽ അങ്ങനെ വരുന്ന ഫാറ്റി ലിവറാണ് ഇപ്പോൾ കൂടുതലായി നമ്മൾ കണ്ടുവരുന്നത്. ആൽക്കഹോളിക് ഡിസീസ് ആണെങ്കിലും നോൺ ആൽക്കഹോളിക് ഡിസീസ് ആണെങ്കിലും കോമൺ എൻറ്റിറ്റി ആയിട്ടാണ് ഫാറ്റി ലിവർ പലപ്പോഴും വരുന്നത്. ഇത് വരുന്നത് പലപ്പോഴും കരളിനകത്ത് കൊഴുപ്പടിയുന്നത് കൊണ്ടാണ് മിക്കവാറും. നമ്മുടെ ജീവിതശൈലിയിൽ ഉണ്ടാകുന്ന വ്യതിയാനങ്ങൾ കൊണ്ടാണ്. അതായത് നമ്മൾക്ക് ഒരു ഇൻസുലിൻ റെസിസ്റ്റൻസ് വരുന്ന ഒരു അവസ്ഥയിലാണ് ഫാറ്റി ലിവർ പലപ്പോഴും ഉണ്ടാകുന്നത്. പലപ്പോഴും സമയത്തിന് ആഹാരം കഴിക്കാതിരിക്കുക, നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യുക, ലേറ്റ് നൈറ്റായിട്ടുള്ള ഫാസ്റ്റ് ഫുഡ് കഴിക്കുക, ഇതുപോലുള്ള ആഹാര ക്രമീകരണങ്ങൾ കൊണ്ടാണ് മിക്കവാറും ഫാറ്റി ലിവർ വരുന്നത്. കരളിനകത്ത് കൊഴുപ്പടിയുന്നത് വഴി കരളിന് കട്ടി കൂടുന്ന അവസ്ഥയിലോട്ട് പോകും. ഫൈബ്രോസിസ് എന്ന് പറഞ്ഞ അടുത്ത സ്റ്റേജിലോട്ട് പോകുന്ന ഒരവസ്ഥ കാണാറുണ്ട്. അതിനുശേഷമാണ് സിറോസിസ് എന്ന് പറഞ്ഞ സ്റ്റേജ് വരുന്നത്. പലപ്പോഴും 15 അല്ലെങ്കിൽ 20 വർഷം പലപ്പോഴും എടുക്കാറുണ്ട് ഒരു ഫാറ്റി ലിവർ ഉള്ള ഒരു വ്യക്തി സിറോസിസ് വരെ എത്തുന്നതിന്. അതുകൊണ്ട് ഫാറ്റി ലിവർ വന്നതുകൊണ്ട് സിറോസിസ് വന്നു എന്നല്ല അർത്ഥം. ശ്രദ്ധിച്ചില്ലെങ്കിൽ സിറോസിസ് വരാനുള്ള സാധ്യത സാധാരണ ആൾക്കാരെക്കാളും കൂടുതലാണ് എന്നുള്ളതാണ്. ഇതിൻ്റെ മുഖ്യമായുള്ള കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ജീവിതശൈലി പ്രശ്നങ്ങളാണ്. അതെങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും? ഫാറ്റി ലിവർ ഉള്ള രോഗിയെ നമ്മൾ എന്തൊക്കെ ടെസ്റ്റുകളാണ് ചെയ്ത് നോക്കേണ്ടത്? പലപ്പോഴും ഇവരുടെ ലിവർ ഫംഗ്ഷനിൽ SGOT അല്ലെങ്കിൽ SGPT എന്ന് പറഞ്ഞ നമ്മളുടെ എൻസൈംസ് പലപ്പോഴും കൂടുതലായിട്ടാണ് കാണുന്നത്. SGOT കൂടുന്ന വ്യക്തികളിൽ അവർക്ക് ഡയബറ്റിസ് വരാനുള്ള സാധ്യതകളും പഠനങ്ങൾ കൂടുതലായി പറയുന്നു. അതുപോലെ തന്നെ ഇവരുടെ ലിപ്പിഡ് പ്രൊഫൈൽ എടുക്കുകയാണെങ്കിൽ പലപ്പോഴും അവരുടെ കൊളസ്ട്രോൾ, ട്രൈഗ്ലിസറൈഡ്സ്, HDL, LDL കൊളസ്ട്രോളുകൾ ഇതെല്ലാം കൂടുന്നതായിട്ടും കാണാറുണ്ട്. പലപ്പോഴും നമ്മൾ ചികിത്സിക്കുന്നത് LDL കൊളസ്ട്രോളിൻ്റെ ലെവൽ വെച്ചിട്ടാണ്. പക്ഷേ ഒരു വ്യക്തിയുടെ ട്രൈഗ്ലിസറൈഡ് HDL റേഷ്യോ നോക്കിയാൽ ആ വ്യക്തിക്ക് ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടോ ഇല്ലയോ എന്ന് പറയാൻ പറ്റും. നോർമലി അത് <2 ആയിരിക്കണം. ട്രൈഗ്ലിസറൈഡ് ടു HDL റേഷ്യോ മോർ ദാൻ 2 ഉള്ള വ്യക്തികളിൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണ് അവർക്ക് പലപ്പോഴും ഈ ഫാറ്റി ലിവർ വരാൻ സാധ്യതയായിട്ടുള്ളത്. നമ്മൾ പലപ്പോഴും ട്രീറ്റ് ചെയ്യുന്ന പലപ്പോഴും LDL കൂടുന്നവരെ ആയിരിക്കാം. കൊളസ്ട്രോൾ കൂടി എന്നതുകൊണ്ട് നമുക്ക് ചികിത്സയുടെ ആവശ്യമില്ല. ഇതെല്ലാം ഒരു പരിധിവരെ നമുക്ക് തിരികെ കൊണ്ടുവരാവുന്നതാണ് നല്ല ജീവിതശൈലി കൊണ്ടും വ്യായാമങ്ങൾ കൊണ്ടും. അതുപോലെ തന്നെ നമുക്ക് പലപ്പോഴും റിയാക്റ്റീവ് പ്രോട്ടീൻ അല്ലെ CRP എന്ന ടെസ്റ്റുകളും കൂടി വരുന്നതായിട്ട് കാണാറുണ്ട്. നമുക്ക് ഫാറ്റി ലിവർ ഉള്ള രോഗികളെ എങ്ങനെ ആണ് പഴയ രീതിയിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്നത്? മദ്യപാനികളാണെങ്കിൽ മദ്യം പൂർണ്ണമായിട്ടും നിർത്തുക. അതുപോലെ തന്നെ നമ്മൾ നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസ് ഉള്ളവർ, ഡയബറ്റിക് പേഷ്യൻസ്, അവർ നല്ല രീതിയിൽ തന്നെ ഡയബറ്റിസ് കൺട്രോൾ ചെയ്യുക. HbA1c എന്ന ടെസ്റ്റ് 3 മാസം കൂടുമ്പോൾ ചെയ്യുക. 6 അല്ല 6.5 താഴെയായിട്ട് അതിൻ്റെ ലെവൽ എപ്പോഴും വെക്കുന്നതിനെപ്പറ്റി കൂടുതലായി ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ജീവിതശൈലി, രാവിലെ 7-8 മുമ്പ് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക. നമ്മളുടെ ബ്രേക്ക്ഫാസ്റ്റ് ആയിരിക്കണം ഏറ്റവും ഹെവി ആയിട്ടുള്ള മീൽ. അതുപോലെ തന്നെ ഡിന്നർ ലേറ്റായിട്ട് കഴിക്കുന്നത് കുറച്ച് 7:30-8 മുമ്പായിട്ട് വളരെ ലൈറ്റായിട്ട് കഴിക്കുക. ഇതിന് രണ്ടിൻ്റെയും നടുക്കായിട്ട് ചോറ് കുറച്ച് പച്ചക്കറികൾ, നാരുള്ള പച്ചക്കറികൾ, അതാണ് ഏറ്റവും കൂടുതലായിട്ട് കഴിക്കുക. നമ്മളുടെ ഗട്ട് ബാക്ടീരിയയാണ് ഫാറ്റി ലിവറൊക്കെ ഉണ്ടാക്കാൻ ഏറ്റവും കാരണമാകുന്നത്. റെഡ് മീറ്റ് ഉപയോഗിക്കുന്നത് വഴി നമ്മളുടെ ബാക്ടീരിയയുടെ പല ബാക്ടീരിയ, നല്ല ബാക്ടീരിയ മാറി ഒത്തിരി ഗ്യാസുകൾ ഉണ്ടാക്കുന്നതും അല്ലെങ്കിൽ നമ്മളുടെ ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങളെ മോശമായി അഫക്റ്റ് ചെയ്യുന്ന ഒത്തിരി ബാക്ടീരിയകൾ ഉണ്ടാകാനും കാരണമാകുന്നു. അതുകൊണ്ട് തന്നെ നല്ല നാരുള്ള പച്ചക്കറികൾ, അതായത് ഫൈബർ റിച്ച് ഡയറ്റ്, അതാണ് നമുക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ. അതുപോലെ തന്നെ 10 മണി 4 മണി സമയത്ത് നമ്മൾ പലപ്പോഴും കഴിക്കാറുള്ള ഈ അൺനെസസറി സ്നാക്സ്, ഉഴുന്നുവട, പരിപ്പ് വട അല്ലെങ്കിൽ ബേക്കറി ഐറ്റംസ്, ഇതൊക്കെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഈ ഫാറ്റി ലിവറൊക്കെ ഉണ്ടാക്കാൻ കാരണമാകുന്നത്. നമ്മൾ ഒരു നേരം കഴിക്കുന്ന ഒരു കാപ്പിയുടെയോ അതിനകത്ത് വരുന്ന ഷുഗറിൻ്റെയോ കാലറി നമ്മളൊരു അരമണിക്കൂർ ഓടിയാൽ തീരാവുന്ന അത്രയും കാലറിയാണ് നമുക്ക് പലപ്പോഴും ആവശ്യമില്ലാതെ നമ്മുടെ ശരീരത്തിൽ എത്തുന്നത്. അതുകൊണ്ട് കാലറി റെസ്ട്രിക്ഷൻ ചെയ്യുക. അതുപോലെ തന്നെ എനർജി, അതായത് നമ്മൾ എക്സസൈസുകൾ, വ്യായാമങ്ങൾ നല്ല രീതിയിൽ ചെയ്യുക. അതായത് വെയിറ്റ് റെസിസ്റ്റൻ്റ് എക്സസൈസുകൾ അത് നല്ല രീതിയിൽ ചെയ്യുക. അതുപോലെ തന്നെ
ചില വ്യക്തികളിൽ നമുക്ക് ചില മരുന്നുകൾ വൈറ്റമിൻ ഇ പോലുള്ള ചില മരുന്നുകൾ കൊടുത്താൽ ഈ ഫാറ്റി ലിവറിൽ കരളിനകത്തുണ്ടാകുന്ന ഈ നീർക്കെട്ടിനെ കുറയ്ക്കാൻ നമുക്ക് സഹായിക്കുന്നതായിരിക്കും. ഈ മരുന്നുകളൊക്കെ നല്ല രീതിയിൽ പ്രവർത്തിക്കണമെങ്കിൽ നല്ല രീതിയിലുള്ള ജീവിതശൈലി ഉണ്ടെങ്കിൽ മാത്രമേ നടക്കുകയുള്ളൂ. സോ പിന്നെ അതുപോലെ തന്നെ ഇലോസ്റ്റോഗ്രാഫി എന്ന് പറഞ്ഞ ഒരു ടെസ്റ്റുകൾ, നമുക്ക് ബയോപ്സി എടുത്താൽ കിട്ടുന്ന വിവരങ്ങൾ ബയോപ്സി ഇല്ലാതെ തന്നെ കരളിനകത്തെ കട്ടി അളക്കുന്ന ഒരു ടെസ്റ്റാണ്, ഫൈബ്രോ സ്കാൻ എന്ന് പറയും. അതും 3 അല്ലെങ്കിൽ 6 മാസം കൂടുമ്പോൾ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. നല്ല രീതിയിലുള്ള ഒരു ജീവിതശൈലി തിരഞ്ഞെടുക്കുകയും മദ്യപാനം ഒഴിവാക്കുകയും വ്യായാമങ്ങളും നല്ല ആഹാര ക്രമീകരണങ്ങളും ഉണ്ടെങ്കിൽ ഫാറ്റി ലിവറിനെ ഒരു പരിധിവരെ നമുക്ക് തിരികെ കൊണ്ടുപോകാൻ പറ്റുന്നതാണ്. ഫാറ്റി ലിവറുള്ള പല രോഗികളും നല്ല രീതിയിൽ വ്യായാമം ചെയ്യുകയും മരുന്നെടുക്കുകയും ചെയ്താൽ നോർമലായി നമ്മൾ പലപ്പോഴും ഫോളോ അപ്പ് സ്കാനുകളിൽ കാണാറുള്ളതാണ്. നമസ്കാരം.